ഹലോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഹെയറിൽ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കൊഴിച്ചിലുണ്ടും താരൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ടൊരു മോർണിംഗ് ആൻഡ് നൈറ്റ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ മാത്രമേ നമ്മൾ മുടിക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുടി നന്നായിട്ടൊന്ന് ചീകി മുടിയിലെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വുഡൻ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറേ വീഡിയോസിലും കുറേ ഇടത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മുടി പൊട്ടി പോകുന്നത് തടയാനായിട്ട് ഇതുപോലുള്ള വുഡൻ കോമ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഹെയർ സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു റോസ്മേരി വാട്ടറാണ് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ തന്നെ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വാട്ടറാണിത്. ഇതാണ് ഞാൻ രാവിലെ എൻ്റെ മോർണിംഗ് ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തലയിൽ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലായിടത്തും ജസ്റ്റ് ഒന്നാവണം, അത്ര മാത്രം മതി. ഇനി ഇത് നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒരു ചെറിയ മസാജ് കൊടുക്കാം. ചെയ്യുന്നവരാണെങ്കിൽ മുടിയുടെ എൻഡിലേക്ക് കുറച്ച് ഓയിൽ ഈ സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാവുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ ഒരു ഡ്രൈനെസ് കുറയാനായിട്ടും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കുറയും.